അങ്ങനെ ഞങ്ങൾ നടത്തം വീണ്ടും പോവുകയാണ്. നമ്മളിപ്പോ പോകുന്നത് ജംബുകേശ്വർ ടെമ്പിൾ. ശ്രീരംഗത്ത് നിന്ന് ജംബുകേശ്വര ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ 22 രൂപയുടെ ടിക്കറ്റും എടുത്തിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ശ്രീരംഗം ക്ഷേത്രമൊക്കെ ചുറ്റി നടന്ന് വിശദമായി കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ പോയത് ജംബുകേശ്വര ടെമ്പിളിലേക്കാണ്. തിരുച്ചിറപ്പള്ളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന സ്പോട്ടുകൾ ശ്രീരംഗം, അതുപോലെ തന്നെ റോക്ക് ഫോർട്ട് ടെമ്പിളൊക്കെയാണ്. പക്ഷെ അത്ര തന്നെ പ്രാധാന്യം അർഹിക്കണ ഒരു നിർമ്മിതിയാണ് ഈ ടെമ്പിളും. 1800 വർഷം പഴക്കമുണ്ടെന്നാ പറയുന്നത്. ശ്രീരംഗം ടെമ്പിളിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിലേക്ക് വരുന്ന വഴികളിലായിട്ട് നിറയെ പശുക്കളും ആടുകളും ഒക്കെ മേഞ്ഞ് നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പശുക്കിടാങ്ങൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 10 രൂപ 20 രൂപ കൊടുത്താൽ ഒരു കെട്ട് പുല്ല് നമുക്ക് കിട്ടും. നമ്മളും 20 രൂപ കൊടുത്തിട്ട് ഒരു കെട്ട് പുല്ല് മേടിച്ചിരുന്നു. ആ പുല്ല് മേടിക്കണ കണ്ടപ്പോൾ തന്നെ പശുക്കൾ ഓടി വന്ന് പുല്ലിന് വേണ്ടിയിട്ട് അടിപിടിയായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, അമ്പലത്തിനുള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളിലെ കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൻ്റെ ഉള്ളിലേക്ക് തൊഴാനായിട്ട് നമ്മൾ നടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പശു ഫാമാണ് എന്നെ വല്ലാണ്ട് ആകർഷിച്ചത്. അമ്മ പശുക്കളും കുഞ്ഞു മക്കളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കുറേ സമയം അവരെ കൊഞ്ചിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പിന്നെ തൊഴാനായിട്ട് കയറിയത്. അവിടെ കുറേ പണിക്കാരുണ്ടായിരുന്നു. അവരവിടെ പോയി നമ്മൾ ഈ പശുക്കളെ തുറന്നതിന് കുഴപ്പമൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള സമയം അത്രയും ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാ പിന്നെ തൊഴാനായിട്ട് അങ്ങോട്ട് പോയി. ഇനി ജംബുകേശ്വര ക്ഷേത്രം അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ജംബുകേശ്വരൻ എന്ന പേരിലാട്ടാ പരമശിവൻ അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറയുന്നത്, ശിവലിംഗത്തിന് ചുറ്റും എപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കും. നമ്മൾ തൊഴാനായിട്ട് കയറുമ്പോൾ ശിവലിംഗം വെള്ളത്തിനുള്ളിൽ ഇരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. അത് മറ്റ് ക്ഷേത്രത്തിലൊന്നും കാണാൻ പറ്റാത്തൊരു പ്രത്യേകതയാണ്. കാവേരി നദി ഭഗവാനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് അതിന്റെ വിശ്വാസം വരുന്നത്. ആന മോക്ഷം പ്രാപിച്ച ഇടമെന്ന രീതിയിൽ തിരുവാനൈക്കാവലിന് കൂടി ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. അമ്പലത്തിൽ കയറി തൊഴുത് അവിടുത്തെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിത് ബസ് കയറി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. തിരുച്ചിറപ്പള്ളിയിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് തിരക്കുമ്പോൾ മിക്കവാറും പേരും കാണാണ്ട് പോണ ഒരു അൺഎക്സ്പ്ലോർഡ് ടെമ്പിൾ കൂടിയാണ് ഈ ജംബുകേശ്വര ടെമ്പിൾ. അപ്പം നിങ്ങൾ ട്രിച്ചിയിൽ പോകണ്ടെങ്കിൽ ഈ സ്പോട്ട് കൂടി മറക്കാണ്ട് ഉൾപ്പെടുത്തണം. ട്രിച്ചിയിൽ അടുത്ത സ്പോട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.